ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക ആ ഒരു ചടങ്ങിന് പോകാതെ ഞാൻ പോകുന്നില്ല, ആ നന്ദു വരും, അവൾക്കിട്ട് ഞാൻ കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തതാ, എന്നിട്ടും അവളൊരു നാണമില്ലാതെ അവൾ വന്നോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് സ്വന്തം വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനാമിക ഇല്ലാത്തത് തീർച്ചയായിട്ടും നമ്മുടെ നന്ദുവിനും അനിക്കും അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ അനാമിക പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും, മോളെ ഒരു കാര്യം സൂക്ഷിക്കണം, നീ അവരോട് വാശി പിടിക്കാനായിട്ട് നിൽക്കരുത്, മാത്രമല്ല നന്ദുവിനെ നേരിട്ട് കണ്ടാൽ തല്ലുന്ന രീതിയിലാണ് അനാമിക ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നീ വാശി പിടിക്കാനായിട്ട് നിൽക്കരുത്. അനി എന്ന് പറയുന്നത് നിൻ്റെ ഭർത്താവാണ്. ഭർത്താവ് നിന്നോടൊപ്പം ഇല്ലാത്തിടത്തോളം കാലം നീ എത്ര കിടന്ന് ചാടിയിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അവിടെ നിന്ന് ഏത് നിമിഷവും പുറത്താകേണ്ടി വരും. അതുകൊണ്ട് നീ അവനെ കയ്യിലെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനവൻ ഇനി ഇഷ്ടമല്ലല്ലോ, അവൻ്റെ മനസ്സെന്ന് പറയാൻ അവളല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നീ ഒരു കാര്യം കൂടി ചിന്തിക്കണം, അവരുടെയൊക്കെ മനസ്സിൽ നമ്മളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്, അറിയാലോ. ദേവയാനി ചേച്ചിയുടെ പാലിൽ വിഷം കലർത്തിയത് ആരാ? നമ്മളല്ലേ. ആ രഹസ്യം അവരുടെയൊക്കെ കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും അനിയെ വരുതിയിലാക്കുക. അപ്പം അതൊന്നും നടക്കത്തില്ല, നടക്കുന്ന കാര്യമല്ല. എന്നാൽ പിന്നെ വേറൊരു കാര്യം ചെയ്യണം. ആ കുടുംബത്തിൽ നീ ഒരു അംഗമായി, അല്ലെങ്കിൽ നീ അവിടെ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ അവർക്ക് വലിയൊരു തുക നിനക്ക് നഷ്ടപരിഹാരമായി തന്നേ പറ്റൂ എന്നൊരു അവസ്ഥ കൊണ്ടെത്തിക്കണം. അതെങ്ങനെ സാധിക്കും എന്ന് വേണു ഇങ്ങനെ ചോദിക്കുകയാണ്. അതിന് കമ്പനിയുടെ ഒരാളായിട്ട് നീ മാറണം. അതിനൊന്നും അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എടി, നീ അനിയുടെ അമ്മേനെ ചാക്കിട്, എന്നിട്ട് കമ്പനിയിൽ ഒരു ബോർഡ് മെമ്പറായിട്ട് മാറ്. അല്ലാതെ നിനക്കിപ്പോൾ വേറൊരു സ്ഥാനം ഇല്ലല്ലോ. അവിടെയുണ്ടല്ലോ, പലർക്കും അങ്ങനെ ഒരു സ്ഥാനമില്ല. അതായത് അവരെ എതിർക്കുന്ന, നയനയും നവ്യയൊക്കെ ഇഷ്ടമില്ലാത്ത അഭിക്കും, അത്യാഗ്രഹിയായ അഭിക്കും ജലജയ്ക്കും പോലും അങ്ങനെ ഒരു സ്ഥാനമില്ല. അവൻ്റെ അമ്മയ്ക്കും പോലും അങ്ങനെ ഒരു സ്ഥാനമില്ല. എടി, നീ ആ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നോക്ക്. പിന്നെ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവർക്ക് വേറെ നിർവാഹമില്ല. അവർക്ക് നിന്നെ പറഞ്ഞു വിടണമെങ്കിൽ ഒരു വലിയ തുക നിനക്ക് നൽകേണ്ടി വരും. നീ ആ രീതിയിലൊന്ന് ചിന്തിക്ക്. അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ആണ് കേട്ടോ. നന്ദുവിനെ കുറേ ദിവസമായി ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞ് കാണിക്കാതെയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് നന്ദു ഈ കഥയിൽ നിന്ന് അങ്ങ് മാറിക്കാണും, ഇനി നന്ദുവിന് പകരം വേറെ ആരെങ്കിലും ആയിരിക്കും വരുന്നതെന്ന്. നന്ദുവിന് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പോലും വരത്തില്ല. എന്തായാലും നന്ദു റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും കനക വന്നിട്ട് പറഞ്ഞു, മോള് വരുമെന്നുണ്ടല്ലോ അല്ലേ, എനിക്ക് വരാൻ തീരെ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചേച്ചിയുടെ ചടങ്ങിന് ഞാൻ ചെല്ലണമെന്ന് അവരൊക്കെ നിർബന്ധം പിടിച്ചാൽ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് അങ്ങോട്ട് വരുന്നത് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ് എന്ന് നന്ദു പറഞ്ഞപ്പം, നന്ദൂട്ടം വരാതെ പിന്നെ എങ്ങനെയാ? പക്ഷേ ഉണ്ടല്ലോ, അനിയുമായിട്ട് കൂടുതൽ കളിക്കാനോ ചിരിക്കാനോ ഒന്നും പോയേക്കരുത്, അത് വലിയ പ്രശ്നത്തിലേക്ക് വഴിവെക്കുകയുള്ളൂ. അനാമിക അവിടെ ഇല്ലെന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ സമാധാനം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന റെഡിയായിട്ട് വരികയാണ്. അപ്പോഴേക്കും അനി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. നയന റെഡിയായിട്ട് വരുന്നതല്ല, നയനയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്ന കൂട്ടത്തിൽ നന്ദു ഉണ്ടാവുമോ എന്നൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ്. അപ്പോഴേക്കും നമ്മുടെ നയന റെഡിയായിട്ട് വരികയാണ്. അപ്പോൾ നയനോട് ഇങ്ങനെ ചോദിക്കുക, ചേച്ചി വീട്ടിൽ നിന്ന് എല്ലാവരും വരുമല്ലോ അല്ലേ? വീട്ടിൽ നിന്ന് വരും, പിന്നെ ചടങ്ങല്ലേ, അതുകൊണ്ട് വരുമല്ലോ. നന്ദു ഉണ്ടാവുമോ? അത് അവൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമിക സോറി നയന ചോദിച്ചു, എന്തിനാ അനി അതൊക്കെ അറിയുന്നത്? എന്തായാലും നന്ദു വരാതെ ഇരിക്കില്ല, വരും. അപ്പോഴേക്കും അനി പറഞ്ഞു, അവൾക്ക് ചിക്കൻ ബോക്സ് ആണ്, ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ അവളെ ഒന്നും വിളിച്ചാൽ കിട്ടത്തുമില്ല. എന്തിനാണ്? എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അമ്മയെടുക്കും, നയനേച്ചിയുടെ അമ്മയെടുക്കും. എന്നിട്ട് അവളുടെ കാര്യം പറഞ്ഞിട്ട് വെക്കുകയും ചെയ്യും. അല്ലാതെ അവളോട് എനിക്കൊന്നും ഇതുവരെ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നയന ചോദിച്ചു, എന്തിനാണ് അനാമികയ്ക്ക് അത് ഇഷ്ടമല്ലല്ലോ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്തിനാണ് അനി അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോഴേക്കും അനി ചോദിച്ചു, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നന്ദു എന്ന് പറയുന്നത്. നയനേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? കല്യാണി ചേച്ചിയോട് മിണ്ടണ്ട, വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നയനേച്ചിക്ക് അത് പറ്റുമോ? നയനടത്തേക്ക് അത് പറ്റുമോ? അപ്പോഴേക്കും നയന് പറഞ്ഞു, അതുപോലെയാണോ ഇത്? അതുപോലെ തന്നെയാണ് ഏട്ടത്തി ഇതും. അനാമികയ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ല നിങ്ങൾ തമ്മിൽ ഒരു കൂട്ടും കൂടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീ വെറുതെ, ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട്, നീയുമായിട്ടൊരു ബന്ധത്തിന് ഒരുപാട് അടുപ്പത്തിന് വേണ്ട എന്ന്. എല്ലാവർക്കും മുമ്പിൽ എന്തിനാണ് നന്ദുവിനെ തെറ്റുകാരിയാക്കി നിർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുകയാണ്. നയന നേരെ പോയത് നമ്മുടെ ദേവയാനിക്കരികിലേക്കാണ്. മരുമകളെ കാത്തിരിക്കുകയായിരുന്നു ദേവയാനി. നമ്മുടെ ദേവയാനി ഉടുത്തിരിക്കുന്നത് നയന വാങ്ങിച്ചു കൊടുത്ത ആ സാരിയാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പുള്ളിക്കാരി. എങ്ങനെയുണ്ട്? പിന്നെ എൻ്റെ മരുമോള് മേടിച്ചു തന്നത് പിന്നെ സൂപ്പറല്ലേ, അമ്മ മേടിച്ചു തന്നതും അടിപൊളിയായിട്ടുണ്ട്. ആദർശേട്ടൻ വരെ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്നെ കാണാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അമ്മ വാങ്ങിച്ചു തന്നതാണ്. അപ്പോഴേക്കും ദേവയാനി ഒന്ന് ഞെട്ടിയിട്ടോ, നീ മോളെ എന്താ നീ പറയുന്നത്? അപ്പോഴേക്കും പതുക്കെ ഒന്ന് ചിരിച്ചു നയന. നീ എന്നെ പറ്റിച്ചതാണല്ലേ, പിന്നെ പേടിച്ചു പോയില്ല ഞാൻ. അമ്മയെ, പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ അനി ഭയങ്കര സന്തോഷത്തിലാണ്, നന്ദു വരുന്നതിൻ്റെ സന്തോഷമാണ്.
ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദു കൂട്ടുകാരിയാണ് എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, അതെ, അവരൊരിക്കൽ പ്രണയിച്ചവരാണ്, അതുകൊണ്ട് അവർ കൂട്ടുകൂടുന്നത് അത്ര ശരിയൊന്നുമില്ല. അവർ പുറത്ത് വെച്ച് കാണുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ വിലക്കണം. ഒരിക്കലും അവരുടെ ആ കൂട്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ നയന പറഞ്ഞു, പണ്ട് അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പ് അവൾക്കൊരു മോതിരം ഒരു ഫ്രണ്ട് സമ്മാനമായിട്ട് കൊടുത്തിരുന്നു. അത് അനിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ചോദിച്ചപ്പോൾ അല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട മോളെ, അത് നമുക്ക് തിരുത്തുക തന്നെ വേണം എന്ന് ദേവയാനി ഇങ്ങനെ പറയുക. ഞാൻ എന്തായാലും നന്ദുവിനോട്, എല്ലാവരും കൂടുന്ന സമയത്ത് നന്ദുവിനോട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. ഒരിക്കലും അനാമിക മോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവരുത്. കാരണം ബന്ധം പിരിയുന്നത് ഈ കുടുംബത്തിൽ അത്ര നല്ലതല്ല. അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളായിട്ട് അത് തെറ്റിക്കാൻ പാടില്ല. നമ്മുടെ ഒരു കാലത്ത് അത് തെറ്റരുത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് നയനയോട്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദൻ പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കനകയും റെഡിയായി വന്നു. രണ്ടു പേരുടെയും സന്തോഷം എന്ന് പറയുന്നത് നയനയും അമ്മായിയമ്മയും ഒന്നായി. അതിനുശേഷമുള്ള ഇവരുടെ മുന്നിൽ നാടകം അഭിനയിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷമുള്ള അവരുടെ ചില കള്ളക്കളികളൊക്കെ കാണാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ്, സ്നേഹത്തോടെയുള്ള ദേവയാനിയുടെ പെരുമാറ്റം കാണാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഇവർ ആ സന്തോഷത്തിൽ. അപ്പോഴേക്കും നന്ദു വന്ന് ചോദിച്ചു, എന്താ രണ്ടുപേർക്കും ഇത്ര സന്തോഷം? അപ്പോൾ നന്ദുവിനോട് കാര്യം പറയുകയാണ്, അമ്മായിയമ്മയും മരുമകളും ഒന്നായി. ഏത് സീരിയലൊന്നും അല്ല, അമ്മായിയമ്മയും മരുമകളും നമ്മുടെ നയനയും ആദർശിൻ്റെ അമ്മയും തമ്മിൽ ഒന്നായി. അതപ്പോൾ എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എന്തായാലും അത് കാണാനുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ എന്ന് കനക പറഞ്ഞപ്പോഴേക്കും നന്ദു പറഞ്ഞു, അവിടെ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടോയെന്നുള്ളൊരു പേടിയില്ല ഞാൻ. അവരൊന്ന് പറയും, ഞാനും നല്ലത് പറയും, പിന്നെ അതൊരു വലിയ പ്രശ്നമാകും. എന്തായാലും അങ്ങനെ അങ്ങ് മിണ്ടായിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അവൻ്റെ നീ കൂടുതലൊന്നും പറയുമൊന്നും വേണ്ട, നമുക്കെല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക നന്ദുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇവർ അനന്തപുരിയിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നത്. പിന്നെ കാണിക്കുന്നത് നവ്യ റെഡിയാക്കാനായിട്ട് നയന വരും. അപ്പോഴേക്കും നവ്യ ഏകദേശം റെഡിയായി കഴിഞ്ഞിരുന്നു. എങ്ങനെയുണ്ട്, സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ നയന പറഞ്ഞപ്പോൾ, നീ വാങ്ങിച്ചെന്ന സാരിയല്ലേ, പിന്നെ സുന്ദരി ആവാതിരിക്കുമോ? എന്ത് രസം ഈ സാരി കാണാനായിട്ട്. അല്ല, അഭി ഇതുവരെ വന്നില്ലേ എന്ന് നയന ഇങ്ങനെ ചോദിച്ചു. അവൻ വരും. അവനെ എൻ്റെ 7-ാം മാസത്തെ ചടങ്ങിലും വേറെ എന്തൊക്കെയോ ആലോചനയിലൊക്കെയാണ്. അവൻ മുല്ലപ്പൂ മേടിക്കാനാണെന്നും പറഞ്ഞ് പോയത് മുല്ലപ്പൂ മേടിക്കാനൊന്നും അല്ല, വേറെ പെണ്ണുങ്ങളെ ആരാണ്ടോ കാണാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഉള്ളതാ മോളെ, ഞാൻ പറയുന്നത് തെറ്റൊന്നുമല്ല. അവൻ ആ ഒരു രീതിയിലുള്ള ഒരുത്തൻ തന്നെയാണ്. കുഞ്ഞിനോടോ എന്നോടോ പോലും ഒരു സ്നേഹവും ഇല്ല. അപ്പോൾ ചേച്ചി തന്നെയല്ലേ എല്ലാ നാടകവും കളിച്ച് അവനെ സെലക്ട് ചെയ്തത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും നിൻ്റെ മനസ്സ് പോലെ നന്മയുള്ള ഒരാളെ നിനക്ക് കിട്ടിയല്ലോ, അതെനിക്ക് വളരെ സന്തോഷം. എന്തായാലും ചേച്ചി ഇരിക്കുക, അഭി വരുമ്പോൾ വരട്ടെ, ഞാൻ കുറച്ചുകൂടെ അവസാനം ടച്ചപ്പൊക്കെ ചെയ്തു തരാം, നമുക്ക് ഈ ആഭരണമൊക്കെ ഒന്ന് ഇടാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആഭരണമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഒരുക്കുകയൊക്കെ ചെയ്യുകയാണ്. അല്ല, എൻ്റെ അമ്മായിയമ്മ ഇന്നലെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാവോ വിശ്വസിച്ച്? കാരണം ഉണ്ടല്ലോ, വിഷം ചേർക്കുന്ന എനവാ. അപ്പോൾ നയന പറഞ്ഞു, അത് സാരമില്ല, കാരണം ആദർശേട്ടൻ്റെ അമ്മയും ഞാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തേ, എടി നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് ദേഷ്യം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ പുറമേ അതൊന്നും കാണാനില്ലല്ലോ. നിന്നോട് വളരെ സ്നേഹം പോലെയാണല്ലോ തോന്നുന്നത്, ദേഷ്യമൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ നയന പെട്ടെന്ന് പറഞ്ഞു, അതെ, ആദർശേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ വല്ലതും പോയാലോ ഇവിടെ നിന്ന് എന്ന് കരുതിയിട്ട് ആദർശേട്ടന് സങ്കടമാവൂലേ, അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെയൊക്കെ ഒന്ന് പെരുമാറുന്നത്. അമ്മയ്ക്ക് ആ ഒരു പ്രശ്നം വന്നതിൽ പിന്നെ ആദർശേട്ടനെയോ അതുപോലെ തന്നെ ആരെയും പിണക്കാനായിട്ട്, ആദർശേട്ടൻ്റെ അച്ഛനെയോ മുത്തശ്ശനെയോ ഒന്നും പിണക്കാനായിട്ടോ സങ്കടപ്പെടുത്താനായിട്ടോ മനസ്സില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ, അല്ലാതെ എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലെന്നേ. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ അഭി നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്തോ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുല്ലപ്പൂ മേടിക്കാൻ പോയിരിക്കുന്നത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അബദ്ധം പറ്റിപ്പോയില്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ജലജയും ചാരികയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ല, നിൻ്റെ മകൻ ഇതെവിടെ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുക. 7-ാം മാസത്തിലെ ചടങ്ങ് നടക്കാൻ പോവാ, കൊച്ചിൻ്റെ അച്ഛനില്ല, എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പൂ മേടിക്കാൻ പോയതല്ലേ. അപ്പോൾ ദേവയാനി പറഞ്ഞു, പൂവൊക്കെ തലേദിവസം മേടിച്ച് വെക്കണമായിരുന്നു, അല്ലാതെ ഈ മുഹൂർത്ത സമയത്ത് ഓടുമല്ല വേണ്ടത്. അപ്പോൾ ജാനകി പറഞ്ഞു, പൂവൊക്കെ മേടിച്ചു കൊടുക്കാനും മാത്രം സ്നേഹമുണ്ടോ നിൻ്റെ മകൻ അവളോട്? എനിക്കറിയാൻ പാടില്ല, എല്ലാവരെയും ബോധിപ്പിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ദേവയാനി പറഞ്ഞു, 3-4 ദിവസമായിട്ട് അവൻ എന്തോ വട്ടം ചുറ്റിലും കളിയുണ്ട്. കാരണം അവൻ്റെ ശ്രദ്ധയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ പോലും അവൻ വേറെന്തോ ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെനിക്കും തോന്നിയിരുന്നു എന്ന് നമ്മുടെ ഇവളിങ്ങനെ പറയുകയാണ്, ജലജ ഇങ്ങനെ പറയാം, അഭയുടെ അമ്മ ഇങ്ങനെ പറയാം. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ വന്നു കേട്ടോ. മുത്തശ്ശൻ അവിടെയുണ്ട്, കുറേ നാളായി നമ്മുടെ മുത്തശ്ശനെ കണ്ടിട്ട്. ആ മുത്തശ്ശൻ്റെ ആ താടിയും ആ മുടിയൊക്കെ കണ്ടില്ലെങ്കിലും ഒരു സുഖമില്ല. എന്തായാലും അനന്തപുരി തറവാട് മുത്തശ്ശനില്ല, അത് പൂർണ്ണമാകില്ല. അപ്പോൾ ആണുങ്ങളെല്ലാവരും മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വിഷുവിന് റെക്കോർഡ് സെയിൽ വരാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ ജ്വല്ലറിയിലേക്ക് ഞാനും വരാം എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട,
അച്ഛൻ റെസ്റ്റ് എടുത്താൽ മതി എന്ന് മക്കളിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഭാര്യയും പറഞ്ഞു അങ്ങനെ ഇവിടെ ഇരുന്ന് മടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ എനിക്കറിയാം, പക്ഷേ ആരോഗ്യം കൂടി നോക്കണം, ഞാൻ വിടത്തില്ല എന്നും പറഞ്ഞിട്ട് ഭാര്യ. അപ്പോഴാണ് നവ്യയും നയനയും റെഡി ആയിട്ട് ഇറങ്ങി വരുന്നത്. ദേവയാനിയും ജലജയും ജാനകിയൊക്കെ അങ്ങോട്ട് വന്നു. അപ്പോൾ നവ്യയെ കണ്ടിട്ട് ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ സുന്ദരിയാകാതിരിക്കും, ഒരുക്കിയത് ഡിസൈനറല്ലേ, ഡിസൈനർ നയനയല്ലേ, അതുകൊണ്ടാണ് സുന്ദരി ആയത്. അപ്പോഴേക്കും നമ്മുടെ ജലജ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. അവിടെ സുന്ദരിയാണ് പോലും, സുന്ദരി എന്തോന്ന് സുന്ദരി, എവിടത്തെ സുന്ദരി, ചുമ്മാ പറയുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല അവർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ജലജേ ജാനകി നിങ്ങൾ രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ സുന്ദരിയൊന്നും ആയില്ലല്ലോ, നയനയോട് ഒരുക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ, അതിൻ്റെ ഒരു ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. അല്ല നിൻ്റെ അനിയത്തി നന്ദു ഒന്ന് വരുവടി എന്ന് ജാനകി ഇങ്ങനെ ചോദിക്കുകയാണ് നവ്യോട്. പിന്നെ എൻ്റെ അനിയത്തിയല്ലേ, വരാതിരിക്കുമോ, എൻ്റെ അനിയത്തി വരട്ടെ. അപ്പോഴേക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ടെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയാണ്. എന്തായാലും നമ്മുടെ നവ്യയ്ക്ക് മുത്തശ്ശി ഒരു സമ്മാനം കൊടുക്കുക, വലിയൊരു സ്വർണ്ണപ്പൊട്ടി, കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ അടങ്ങിയത്. എല്ലാവരും ഇത് കണ്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക. എല്ലാവരും മീൻസ് നമ്മുടെ ജാനകിയും അതുപോലെ ജലജയൊക്കെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുമോ. അവൾക്ക് സ്വർണം കൊടുത്തിരിക്കുന്നു. ഒരു പവൻ സ്വർണം പോലും ഇല്ലാതെ നാടകം കളിച്ചിങ്ങോട്ടേക്ക് വന്നാലെന്താ, ഇവിടെ നിന്ന് പോകുമ്പോൾ എന്ത് സ്വർണ്ണമായിട്ടാണ് പോകുന്നത്, അപ്പോൾ അവൾ അനന്തപുരിയിലെ മരുമകളല്ലേ, അങ്ങനെയല്ലേടി പോകേണ്ടത് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അതോടെ ജലജയുടെ വായടഞ്ഞു കേട്ടോ. എന്തായാലും ഇതാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. സി യു. താങ്ക് യു.